Welcome to Ignite next video. In this video, we are going to ഇഗ്നൈറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന GK ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. We can move on to the topics. 54th International Film Festival was held on Goa. ഗോവയിലായിരുന്നു നടന്നത്. ഡേറ്റ് 20 to 28 വരെയാണ് ഗോവയിലായിരുന്നു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നത്. Recently, the Indian Army actress Katrina Kaif has appointed as its global brand ambassador by the famous Swiss watch manufacturer Rado. Recently, the Indian Army has organized Chanakya Raksha Samaved 2023 in New Delhi. World Audio Visual Heritage Day has been celebrated on 27th October. 37th edition of the National Games has started in the state of Goa. Australian all-rounder Glenn Maxwell has made the record of scoring the fastest century in the World Cup. Recently, Indian-American scientist Ashok Gadgil has been awarded the National Technology and Innovation Medal by US President Joe Biden. Skyroot Aerospace has unveiled Vikram 1 rocket. Recently, the Election Commission of India has decided to make actor Rajkumar Rao its national icon. 54th International Film Festival of India will be organized from 20 to 28 November. It's already നടന്നു കഴിഞ്ഞിട്ടുണ്ട്. Recently, American Space Agency NASA has launched Psyche astronaut mission. Prime Minister Narendra Modi has inaugurated the Global Maritime India Summit 2023 in Mumbai. Indian Air Force Day has been celebrated on 8 October. Recently, the first Coast Temple of the state of Tamil Nadu has become India's first green energy archaeological site. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അർജുന അവാർഡ് വിന്നേഴ്സ് ആണ് 2023 റീസെന്റ് ആയിട്ടുള്ള അർജുന അവാർഡ് വിന്നേഴ്സ് ആണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. എല്ലാവരും ഒന്ന് നോക്കി പോവാം. സാക്ഷി കുമാരി കബഡി, പ്രണോയ് HS ബാഡ്മിന്റൺ, ലക്ഷ്യ സെൻ ബാഡ്മിന്റൺ, ദീപ ഗ്രേസ് ഏക്ക ഹോക്കി, സരിത മോർ റെസ്ലിംഗ്, അൻഷു മാലിക് റെസ്ലിംഗ്, സീമ പുനിയ അത്ലറ്റിക്സ്, അവിനാശ് സബലെ അത്ലറ്റിക്സ്, ശ്രീജ അത്ലറ്റിക്, രമേശ് ബാബു ചെസ്, ഭക്തി കുൽക്കർണി ചെസ്, ബോക്സിംഗ് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതില് എന്തായാലും നിങ്ങൾ ഈ ചെസ് അതുപോലെ ഷൂട്ടിംഗ് അങ്ങനെ കുറച്ച് നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ളതായിരിക്കും കൂടുതൽ അവർ ചോദിക്കുക കണ്ടുവരുന്നത്. അപ്പൊ എല്ലാം തന്നെ നോക്കേണ്ടതാണ്. ഇങ്ങനത്തെ സ്പെഷ്യൽ ടൈപ്പും നിങ്ങളൊന്ന് നോക്കി പോകണം. നെക്സ്റ്റ് നമ്മുടെ പത്മഭൂഷൺ 2023 പത്മഭൂഷൺ ശ്രീ ബാലകൃഷ്ണ ദോഷി അതർ ആർക്കിടെക്ചറിലാണ് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത്. ശ്രീ സക്കീർ ഹുസൈൻ ആർട്ട്, ശ്രീ SM കൃഷ്ണ പബ്ലിക് അഫയേഴ്സ്, ശ്രീ ദിലീപ് മഹൽനാബീസ് മെഡിസിനിലാണ്, ശ്രീ ശ്രീനിവാസ് വർദ്ധൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ശ്രീ മുലായം സിംഗ് യാദവ് പബ്ലിക് അഫയേഴ്സ്. അവരുടെ സ്റ്റേറ്റും അതിൻ്റെ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. പത്മഭൂഷൺ നോക്കി പോകണം ഒരു ടോപ്പിക് തന്നെയാണ്. നെക്സ്റ്റ് പത്മഭൂഷൺ ശ്രീ L ഭൈരപ്പ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, ശ്രീ കുമാർ മംഗളം ബിർള ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, ശ്രീ ദീപക് ദാർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. പത്മഭൂഷൺ ഇത്രയും പേർക്കാണ് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഇത് വേണം നമുക്ക് പല ടൈപ്പിൽ ചോദിക്കാം. ആർട്ട്, ലിറ്ററേച്ചർ, എഡ്യൂക്കേഷൻ, പബ്ലിക് ഉണ്ട്, സ്പിരിച്വാലിസം. അപ്പോൾ എല്ലാം തന്നെ നിങ്ങൾ അത് അവരുടെ ഡിപ്പാർട്ട്മെന്റും നോക്കി പോകണം. ചില ഇതിൽ നമുക്ക് അവരുടെ ഇതും സ്റ്റേറ്റും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് പത്മശ്രീ ആണ്. പത്മശ്രീ അവാർഡ്സും ഈ പറഞ്ഞ പോലെ മെഡിസിൻ, ആർട്ട് ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് നമ്മുടെ ഈ PDF-ൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ PDF ഫോം നമ്മുടെ ഈ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാം തന്നെ എല്ലാവരും നോക്കി പോവുക. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് ഒരു പാർട്ടുമായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു.